ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കണ്ട് മാക്സിമം യൂസ്ഫുൾ ആയിട്ട് എടുക്കുക. LLB എൻട്രൻസിനും LLM എൻട്രൻസിനും ക്ലാറ്റിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു IPC ക്ലാസ്സസ് യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പൊ നമുക്ക് IPCയുടെ ക്ലാസ്സസ് പ്രൈവറ്റ് ഡിഫൻസ് വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് വരെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ബാക്കി സെക്ഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കുന്നത്. അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്ന അബറ്റ്മെന്റ് സെക്ഷൻ 107 അബറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക, ഒരു കുറ്റം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എയ്ഡ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ എൻകറേജ് ചെയ്യുക, പ്രേരിപ്പിക്കുന്നതിനൊക്കെയാണ് പറയുന്നത്, ഇൻസിസ്റ്റ് ചെയ്യുന്നതിനൊക്കെയാണ് അബറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടി ഒരാളെ എൻകറേജ് ചെയ്യുകയോ ഇൻഡ്യൂസ് ചെയ്യുകയോ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതിനെ പറയുന്നത് അബറ്റ്മെന്റ് എന്നാണ്. സെക്ഷൻ 107 അബറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇങ്ങനെ അബറ്റ് ചെയ്ത് പ്രേരിപ്പിക്കുന്ന ആളെ പറയുന്നത് അബറ്റർ എന്ന. ആരാണോ ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അയാളെ പറയുന്നത് അബറ്റർ എന്നാണ് പറയുന്നത്. സെക്ഷൻ 108 പറയുന്നത്. ഇനി അബറ്റ്മെന്റിന്റെ പണിഷ്മെന്റ്, ഞാനൊരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു, ഞാൻ B എന്ന് പറയുന്ന വ്യക്തിയെ C എന്ന് പറയുന്ന വ്യക്തിക്ക് പോയിസൺ കൊടുക്കാനായിട്ട് അയാളെ ഞാൻ പ്രേരിപ്പിച്ചു. എന്റെ പ്രേരണ കേട്ടിട്ട് എന്ത് ചെയ്തു, B എന്ന് പറയുന്ന വ്യക്തി C എന്ന് പറയുന്ന വ്യക്തിക്ക് പോയിസൺ കൊടുക്കുകയും C മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്ന വ്യക്തി മേർഡറിനായിരിക്കും അവിടെ ലയബിൾ ആകുന്നത്, അയാളെ കൊലപാതകം നടത്തിയത്. അപ്പൊ A ആയിട്ടുള്ള ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്, ഞാൻ എന്ന് പറയുന്നത് അവിടെ അബറ്റ് ചെയ്തു, ഒരു കുറ്റം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു എന്നതിന് അബറ്റ്മെന്റിനായിരിക്കും ഞാൻ അവിടെ പണിഷബിൾ ആകുന്നത്. അപ്പൊ അബറ്റ് ചെയ്ത എന്നെ അബറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് എത്രയാണ് പണിഷ്മെന്റ് കിട്ടുന്നത്, എന്താണോ ആ ഒരു കുറ്റത്തിന്റെ പണിഷ്മെന്റ് അത് തന്നെയായിരിക്കും അബറ്റ്മെന്റിന് കിട്ടുന്നത്. അതായത് ഞാൻ മർഡർ ചെയ്യാനായിട്ടാണ് ഒരാളെ എന്ത് പ്രേരിപ്പിച്ചതെങ്കിൽ മർഡറിന് എന്താണോ പണിഷ്മെന്റ് അത് തന്നെയായിരിക്കും അബറ്റ് ചെയ്ത് എനിക്കും കിട്ടുന്നത്. പക്ഷെ അബറ്റ്മെന്റിന് പണിഷ്മെന്റ് കിട്ടണമെങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരാളെ ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു, ആ പ്രേരണയുടെ ബലം കൊണ്ട് അയാൾ ആ ഒഫൻസ് ചെയ്തിരിക്കണം, ആ ക്രൈം ചെയ്താൽ മാത്രമേ എനിക്ക് അബറ്റ്മെന്റിന് പണിഷ്മെന്റ് വരുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു കോൺസിക്വൻസ് അതിന്റെ ഭാഗമായിട്ട് അയാൾ എന്റെ പ്രേരണയുടെ ഭാഗമായിട്ട് ഞാൻ അബറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ വ്യക്തി ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണോ ആ ഒഫൻസിന്റെ പണിഷ്മെന്റ് അത് തന്നെയായിരിക്കും അബറ്റ് ചെയ്ത ആളായ അബറ്റർ എന്ന് എനിക്കും കിട്ടുന്നത്. അപ്പൊ സെക്ഷൻ 107 അബറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് 120A ആണ്. സെക്ഷൻ 120A സെക്ഷൻ ഓർത്തിരിക്കണം, ക്രിമിനൽ കോൺസ്പിറസി. ക്രിമിനൽ കോൺസ്പിറസി നമ്മൾ കേസസിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും, പത്രങ്ങളിലും ഒക്കെ കോൺസ്പിറസിക്കകത്തായി എന്നൊക്കെ. എന്ത് കോൺസ്പിറസി? ഗൂഢാലോചന. കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയാണ്. ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാലോ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു കുറ്റം ചെയ്യാൻ, ഒരു ക്രൈം ചെയ്യാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയാൽ അതിനെയാണ് നമ്മൾ ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത്. ക്രിമിനൽ കോൺസ്പിറസിയിൽ എപ്പോഴും ഒരാൾ തന്നെ ഉണ്ടെങ്കിൽ ഗൂഢാലോചന നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ മിനിമം 2 പേരെങ്കിലും വേണം. അത് ഓർക്കുക, ക്രിമിനൽ കോൺസ്പിറസിയിൽ 2 പേരെങ്കിലും വേണം. 2 or more persons, 2 or 2 കൂടുതലോ ആളുകൾ എഗ്രി ചെയ്യുന്നു, അവർ തമ്മിൽ പരസ്പരം ഒരു കരാറിലെത്തി, അവർ സമ്മതത്തിലെത്തുന്നു. എന്താ എത്തുന്നത്? ടു ഡു ആൻ ഇല്ലീഗൽ, ടു ഡു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. എങ്ങനെയുള്ള കാര്യം അത്? നിയമപ്രകാരം ലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് ക്രിമിനൽ കോൺസ്പിറസി ആവില്ല. അവർ ചെയ്യുന്നത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ആക്റ്റാ, നിയമപ്രകാരം അല്ലാത്ത ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എഗ്രിമെന്റിൽ എത്തിയതെങ്കിൽ, 2 or 2 കൂടുതലോ പേഴ്സൺസ് എത്തിയെങ്കിൽ അവർ ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന കുറ്റമാണ് ചെയ്യുന്നത്. ഇനി അവർ ചിലപ്പോൾ ലീഗൽ ആക്ട് ആയിരിക്കും ചെയ്യണേ, നിയമപ്രകാരമുള്ള കാര്യം തന്നെയാണ്, പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവരിത് ചെയ്യുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള മീൻസിലൂടെ ആണെങ്കിലോ, ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് നമ്മൾ ലീഗൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ അത് ചെയ്യുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിലൂടെ ആണെങ്കിൽ, ലീഗൽ ആക്ട് ഇല്ലീഗൽ ആയിട്ടുള്ള രീതിയിലൂടെ ചെയ്താലും അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആക്ട് ചെയ്താലും അവിടെ 2 or 2 കൂടുതലോ പേഴ്സൺസ് അതിനു വേണ്ടി ഒരു എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ക്രിമിനൽ കോൺസ്പിറസി എന്നാണ് വരുന്നത്. സെക്ഷൻ 120A പറയുന്നത്. ഇനി അതിന്റെ പണിഷ്മെന്റ് ആണ് നോക്കുന്നത്. ക്രിമിനൽ കോൺസ്പിറസിയുടെ പണിഷ്മെന്റ് സെക്ഷൻ 120B ക്രിമിനൽ കോൺസ്പിറസിയുടെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ക്രിമിനൽ കോൺസ്പിറസി ചെയ്താൽ, ഗൂഢാലോചന ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഡെത്തോ ഇംപ്രസ്മെന്റ് ഫോർ ലൈഫോ റിഗറസ് ഇംപ്രസ്മെന്റോ 2 വർഷമോ അതിൽ കൂടുതലോ വരുന്ന ഒരു ഒഫൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അവിടെ ഒരു ഗൂഢാലോചന നടത്തുന്നത്. എങ്ങനെയുള്ള ഒരു ക്രൈം ചെയ്യാനാ ഗൂഢാലോചന നടത്തുന്നത്? ഒന്നുമില്ലെങ്കിൽ ഡെത്ത്. പണിഷ്മെന്റുകൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രസ്മെന്റ് ഫോർ ലൈഫ്, വധശിക്ഷയോ ജീവപര്യന്തമോ കഠിന തടവ്, റിഗറസ് ഇംപ്രസ്മെന്റ് 2 വർഷമോ അതിൽ കൂടുതലോ പണിഷ്മെന്റ് കിട്ടുന്ന ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ക്രിമിനൽ കോൺസ്പിറസി നടത്തിയതെങ്കിൽ കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണോ അബറ്റ്മെന്റിന് കിട്ടുന്ന പണിഷ്മെന്റ് അത് തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പൊ അബറ്റ്മെന്റിന്റെ പണിഷ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞേ, ആ അബറ്റ്മെന്റ് ചെയ്ത് ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അബറ്റ്മെന്റിന് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഒഫൻസിന്റെ പണിഷ്മെന്റ്
ആ ഒഫൻസിന്റെ പണിഷ്മെന്റ് തന്നെയായിരിക്കും മർഡറിന് എന്താണോ മർഡർ ചെയ്യാനോ പ്രേരിപ്പിച്ചെങ്കിൽ മർഡറിന്റെ എന്താണോ പണിഷ്മെന്റ് അത് തന്നെയായിരിക്കും അബറ്റ്മെന്റ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത് ചെയ്യുന്നത് ഈ ഒരു ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രസ്മെന്റ് ഫോർ ലൈഫ് റിഗറസ് ഇംപ്രസ്മെന്റ് 2 വർഷമോ അതിൽ കൂടുതലോ ഉള്ള ഒരു ഒഫൻസ് ചെയ്യാനാണ് ക്രിമിനൽ കോൺസ്പിറസി ചെയ്യുന്നതെങ്കിൽ അത് എന്ത് ഒഫൻസ് ചെയ്യാനാണ് ആ ഗൂഢാലോചന നടത്തിയത് അതിന്റെ തന്നെ പണിഷ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഗൂഢാലോചന നടത്തിയവർക്കും കിട്ടുന്നത്, സെയിം ആയിരിക്കും കിട്ടുന്നത്. ഇനി അതർ ദാൻ ദേവോ ഈ പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റുകൾ ഒന്നും കിട്ടാത്ത വേറെ ഏതെങ്കിലും കുറ്റങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ക്രിമിനൽ കോൺസ്പിറസിയിൽ ഏർപ്പെട്ടത്, ഗൂഢാലോചനയിൽ ഏർപ്പെട്ടതെങ്കിൽ ഇംപ്രസൺമെന്റ് കിട്ടുന്നത് നോട്ട് എക്സീഡിങ് 6 months, അതായത് മാക്സിമം ഏറ്റവും കൂടുതൽ 6 മാസേ അവിടെ കിട്ടുള്ളൂ. 6 മാസത്തിൽ കുറവുള്ള രീതിയിലാണ് കിട്ടുന്നത്. മാക്സിമം 6 months ആണ് അങ്ങനെയുള്ള കേസസിൽ ക്രിമിനൽ കോൺസ്പിറസിക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഒഫൻസസ് എഗനിസ്റ്റ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒഫൻസസ്, നമ്മുടെ സ്റ്റേറ്റിന് എഗനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ സെക്ഷൻ 121 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. സെക്ഷൻ 121 പറയുന്നത് വേജിംഗ് ഓർ അറ്റംപ്റ്റിംഗ് ടു വേജ് വാർ ഓർ abetting waging of war against ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെന്റിന് എഗനിസ്റ്റ് ആയിട്ട് വാർ വേജ് ചെയ്യോ, യുദ്ധം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അബെറ്റ് ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയോ അറ്റംപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് 121 പ്രകാരം ഒരു ഒഫൻസ് ആണ്. വേജിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വാർ ഒന്നുമില്ലെങ്കിൽ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വാർ നടത്തുക, യുദ്ധം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തുക, ഒന്നുമില്ലെങ്കിൽ അത് ചെയ്തു അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരാളെ പ്രേരിപ്പിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എഗനസ്റ്റ് ആയിട്ട് വാർ പ്രഖ്യാപിക്കാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ അത് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ 121 പ്രകാരം അതൊരു ഒഫൻസ് ആണ്. സ്റ്റേറ്റിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഫൻസിൽ വരുന്നതാണ് ഈ 121 സെക്ഷൻ. അപ്പോൾ അതിന്റെ പണിഷ്മെന്റ് വരുന്ന ഡെത്ത്, വധശിക്ഷയോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസ്മെന്റോ, വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമാണ് അത് 121 പ്രകാരം. ഒന്നുമില്ലെങ്കിൽ വധശിക്ഷ കിട്ടാം അല്ലെങ്കിൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് 121 പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് പബ്ലിക് ട്രാങ്ക്വിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒഫൻസ്. പൊതു താല്പര്യപ്രകാരം പബ്ലിക് ട്രാങ്ക്വിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഫൻസിനെയാണ് പറയുന്നത്. അപ്പൊ സെക്ഷൻ 141 ഈ സെക്ഷൻ ഓർത്തിരിക്കണം. 121 അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്നത്. അൺലോഫുൾ അസംബ്ലിയിൽ എത്ര പേരുണ്ടെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അൺലോഫുൾ അസംബ്ലി സെക്ഷൻ 141 പറയുന്നത്. അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്നത് പബ്ലിക് ട്രാങ്ക്വിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അൺലോഫുൾ അസംബ്ലിയിൽ എപ്പോഴും 5 persons മിനിമം കാണും. ക്രിമിനൽ കോൺസ്പിറസിയിൽ എത്ര പേരുണ്ട്? മിനിമം 2 പേരാണ്. പക്ഷെ അൺലോഫുൾ അസംബ്ലിയിൽ മിനിമം 5 പേരെങ്കിലും, കുറഞ്ഞത് 5 പേരെങ്കിലും ഉണ്ടാവും. 5 or 5 കൂടെ അസംബ്ലി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ, 2 പേരുണ്ടെങ്കിൽ ഒരു അസംബ്ലി ആവില്ലല്ലോ. അപ്പൊ 5 പേരെങ്കിലും വേണം. അപ്പൊ 5 or 5 കൂടുതലോ പേഴ്സൺസ്, വെറുതെ ഉള്ള ഒരു അസംബ്ലി ആണെങ്കിൽ അൺലോഫുൾ എന്ന് പറയില്ലല്ലോ, നിയമപ്രകാരം ഇല്ലാത്ത ഒരു അസംബ്ലിയാണ്, അൺലോഫുൾ ആണ്. അപ്പൊ 5 or 5 കൂടുതലോ പേഴ്സൺസ് കോമൺ ഒബ്ജക്റ്റോട് കൂടി, അവർക്ക് ഒരേ ഉദ്ദേശമാണ് അസംബ്ലി കൂടിയേക്കുന്നത്. എന്താണ്? 5 or 5 കൂടുതലോ പേഴ്സൺസിന് ഒരേ ഉദ്ദേശത്തോട് കൂടിയാ. കോമൺ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരേ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരുടെ ഒരേ ഉദ്ദേശം എന്താണിത്? ക്രിമിനൽ ഫോഴ്സ്, ഈ പറയുന്ന താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ഒബ്ജക്റ്റോട് കൂടിയിട്ടാണ് 5 or 5 കൂടുതലോ പേഴ്സൺസ് അസംബ്ലി കൂടിയിട്ടുള്ളതെങ്കിൽ അതൊരു അൺലോഫുൾ അസംബ്ലിയാണ്. ഏതൊക്കെ പ്രവൃത്തികളാണ് ഈ അൺലോഫുൾ അസംബ്ലികളിൽ വരുന്നത്? ഇപ്പോൾ അവരൊരു ക്രിമിനൽ ഫോഴ്സ് യൂസ് ചെയ്യുക, എന്തിനു വേണ്ടി? സെൻട്രൽ ഗവൺമെന്റിന് എഗനിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് എഗനിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സെർവന്റ്, അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അയാളുടെ ഡ്യൂട്ടീസ് ചെയ്യുമ്പോൾ അയാൾക്കെതിരായിട്ട് ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? ഈ ഒരു കോമൺ ഒബ്ജക്റ്റോട് കൂടിയാണ് 5 or 5 കൂടുതലോ പേഴ്സൺസ് ചെയ്യണമെങ്കിൽ അവർ അൺലോഫുൾ അസംബ്ലിയുടെ അണ്ടറിലാണ് പണിഷബിൾ ആകുന്നത്. ഇനി അടുത്തത് അവർ അൺലോഫുൾ അസംബ്ലിയിൽ വരുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ടു റെസിസ്റ്റ് ദ എക്സിക്യൂഷൻ ഓഫ് ലോ ഓർ ലീഗൽ പ്രോസസ്. അതായത് ഏതെങ്കിലും ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത് തടയുകയാണ് അല്ലെങ്കിൽ ഒരു ലോ നടപ്പിലാക്കുന്നത് തടയുകയാണ്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 or 5 കൂടുതലോ പേര് ആളുകൾ കൂട്ടം കൂടി ഈ പറയുന്ന ഒരു കോമൺ ഒബ്ജക്റ്റോട് കൂടി പ്രവർത്തിക്കുന്നതെങ്കിൽ അതും അൺലോഫുൾ അസംബ്ലിയുടെ പരിധി വരും. ഇനി അടുത്ത് മിസ്റ്റീഫ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടിയിൽ വരുന്ന ഒഫൻസസ് എടുക്കുമ്പോൾ ഞാൻ എടുക്കാം. അപ്പൊ ഇത്ര മനസ്സിലാക്കിയത് മിസ്റ്റീഫ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ അതിന്റെ വാല്യൂ കുറച്ച് കളയുക, മൂല്യം കുറച്ച് കളയുക, അതിനൊക്കെയാണ് മിസ്റ്റീഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ക്രിമിനലി ട്രസ്പാസ്, അനധികൃതമായിട്ട് ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്യാൻ വേണ്ടി, ഒരു ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് അനധികൃതമായിട്ട് ഒരു സ്ഥലത്ത് പ്രവേശിക്കുകയോ ട്രസ്പാസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്? 5 or 5 കൂടുതൽ പേഴ്സൺസ് കോമൺ ഒബ്ജക്റ്റോട് കൂടിയാണെങ്കിൽ അൺലോഫുൾ അസംബ്ലിയിലാണ്. ഇനി അതല്ല എങ്കിൽ ഒരു ഫോഴ്സ് ഉപയോഗിക്കുക, ക്രിമിനലി ഒരു ഫോഴ്സ് ഉപയോഗിക്കുകയാണ്, ശക്തി ഉപയോഗിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ട്? അവിടെ ഒരു വയലൻസ് ഉപയോഗിക്കുന്നത് 5 or 5 കൂടുതൽ പേഴ്സൺസ് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി പൊസഷനിലാക്കാൻ വേണ്ടി, അതായത് ഒരു വ്യക്തിയുടെ കൈവശം ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി പൊസഷനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 or 5 കൂടുതലോ പേഴ്സൺസ് കോമൺ ഒബ്ജക്റ്റോട് ഒരേ ഉദ്ദേശത്തോട് പ്രവർത്തിക്കുന്നതെങ്കിൽ അതും അൺലോഫുൾ അസംബ്ലി ആണെന്ന് പറയാം. അതല്ല എങ്കിൽ അവർ ഏതെങ്കിലും ഒരു വ്യക്തിനെ കൊണ്ട്, ഇപ്പൊ എന്നെ കൊണ്ട് ലീഗലി ഞാനത് ചെയ്യാനായിട്ട് എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല, പക്ഷെ എന്നാൽ പോലും എന്നെ കൊണ്ട് കമ്പൽ ചെയ്ത ഒരു കാര്യം ചെയ്യിപ്പിക്കാനായിട്ട്, ലീഗലി റൈറ്റ് ഇല്ലാത്ത ഒരു പേഴ്സണെ കൊണ്ട് കമ്പൽ ചെയ്ത ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ വേണ്ടി
ഒരു ക്രിമിനൽ ഫോഴ്സ് എന്നിൽ ഈ 5 കൂടുതലോ പേഴ്സൺസ് ഒരേ മനസ്സോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് അൺലോഫുൾ അസംബ്ലിയുടെ പരിധിയിൽ വരും. ഈ അൺലോഫുൾ അസംബ്ലിയുടെ പണിഷ്മെന്റ് പറയുന്നത്, അതായത് ഏത് മെമ്പർ ആണെങ്കിലും അൺലോഫുൾ അസംബ്ലിയിൽ എല്ലാവരും 5 കൂടുതൽ പേഴ്സൺസിൽ ഒരാളാ ചെയ്തെങ്കിലും അവർക്ക് എല്ലാവർക്കും കോമൺ ഒബ്ജക്റ്റ്, ഒരേ ഉദ്ദേശം, അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നാ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മെമ്പേഴ്സിനും എന്ത് കിട്ടും? ഇംപ്രസൺമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ടു 6 months, 6 മാസം വരെയുള്ള ഇംപ്രസൺമെന്റ് ആണ് അവർക്ക് കിട്ടാൻ സാധിക്കുന്നത്. എല്ലാവർക്കും കിട്ടും, എല്ലാ മെമ്പേഴ്സിനും. ഇനി അൺലോഫുൾ അസംബ്ലി പഠിക്കുമ്പോൾ അതിൽ വരുന്ന മറ്റൊരു ഒഫൻസ് ഉണ്ട്, സെക്ഷൻ 146 റൈറ്റിംഗ്. സെക്ഷൻ 146 റൈറ്റിംഗ്. അപ്പൊ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു പേരൊക്കെയാണ്, ചെറിയ ഒഫൻസാ, പക്ഷെ ചോദിക്കാറുണ്ട്. 146 ആണ് സെക്ഷൻ റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗിൽ എത്ര പേരുണ്ടാവും? 5 കൂടുതലോ പേരുണ്ട്. കാരണം അൺലോഫുൾ അസംബ്ലിയിൽ ഉള്ളവർ ചെയ്യുന്ന ഒരു ഒഫൻസ് ആണ് ഈ റയോട്ടിംഗ്. സോ റയോട്ടിംഗിലും 5 കൂടുതലോ പേഴ്സൺസ് കാണും. അപ്പൊ ഈ റയോട്ടിംഗ് എന്ന് പറയുന്നത് അൺലോഫുൾ അസംബ്ലിയിലെ ഈ 5 കൂടുതലോ പേഴ്സൺസിലെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഉദ്ദേശിച്ചോട്ടെ. അപ്പൊ ഒരു വ്യക്തി അവരെന്ത് ചെയ്യുക? ഒരു വയലൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അവരൊരു ഫോഴ്സോ അല്ലെങ്കിൽ ഒരു വയലൻസ് അവിടെ യൂസ് ചെയ്തു, അങ്ങനെ അവരൊരു വയലൻസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു മെമ്പർ അൺലോഫുൾ അസംബ്ലിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ വയലൻസ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താകും? ആ മെമ്പേഴ്സ് എല്ലാവരും, അൺലോഫുൾ അസംബ്ലിയിലെ എല്ലാ മെമ്പേഴ്സും പണിഷബിൾ ആകും. ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും, അവരുടെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഉദ്ദേശമാണ്, അതുകൊണ്ട് തന്നെ എല്ലാ മെമ്പേഴ്സും അവിടെ പണിഷബിൾ ആകും. എത്രയാണ് പണിഷ്മെന്റ് കിട്ടുന്നത് പറഞ്ഞാൽ 2 years വരെയുള്ള ഇംപ്രസൺമെന്റ് ആണ് കിട്ടുന്നത്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ് എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, അൺലോഫുൾ അസംബ്ലിയിലെ ഏതെങ്കിലും ഒരു മെമ്പർ അവിടെ വയലൻസ് യൂസ് ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത് 146. അതിന്റെ പണിഷ്മെന്റ് സെക്ഷൻ 147 പറയുന്നത് 2 years വരെ ഇംപ്രസൺമെന്റ്. അടുത്ത ഒഫൻസ് നോക്കുന്നത് അഫ്രേ ആണ്. ഇതും ചെറിയൊരു പേരാണ്, റൈറ്റിംഗ് ഒക്കെ പോലെ തന്നെ അഫ്രേ, AFFRAY. ഇങ്ങനെ ചെറിയ ചെറിയ പേരായതുകൊണ്ട് തന്നെ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ തന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒഫൻസിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്ത് ഒഫൻസ് ആണെന്ന് ചോദിക്കുക. അപ്പൊ റൈറ്റിംഗ് അഫ്രേ ഒന്നും മാറിപ്പോരുത്. അഫ്രയും പബ്ലിക് ട്രാങ്കുലിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. ഇത് സെക്ഷൻ 159 പറയുന്നത്. 159 2 or more persons. അപ്പൊ എല്ലാത്തിലും നമ്മളിപ്പോ പറഞ്ഞത് അൺലോഫുൾ അസംബ്ലിയിൽ എത്ര പേരുണ്ട്? 5 കൂടുതലോ പേഴ്സൺസ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത്, അതിന് മുമ്പ് പറഞ്ഞ ക്രിമിനൽ കോൺസ്പിറസി, അതിൽ 2 or 2 കൂടുതലോ പേഴ്സൺസ്. ഇവിടെ എത്ര പേരാ വേണ്ടേ? അഫ്രയിൽ 2 പേരെങ്കിലും വേണം. അപ്പൊ മിനിമം 2 പേര് വേണം. 2 or 2 കൂടുതലോ പേഴ്സൺസ് എന്ത് ചെയ്യുക? ഫൈറ്റിംഗ് ഇൻ എ പബ്ലിക് പ്ലേസ്, ഒരു പൊതു സ്ഥലത്ത് വെച്ച് അടി കൂടിക്കൊണ്ടിരിക്കുക. 2 or 2 കൂടുതലോ പേഴ്സൺസ് ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുവഴിയായിട്ട് പബ്ലിക് പീസ്, പൊതു സമാധാനം എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നു. 2 or 2 കൂടുതലോ പേഴ്സൺസ് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് വഴിയായിട്ട് പബ്ലിക് പീസ് അവിടെ നശിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്ത്? അവർ ചെയ്ത ഒഫൻസ് എന്താ? അഫ്രേ ആണ്. പക്ഷെ ഇവിടെ അഫ്രയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് 2 or 2 കൂടുതലോ പേഴ്സൺസ് ആണ്, 5 ഒന്നും അല്ല. 2 or 2 കൂടുതലോ പേഴ്സൺ, 2 പേര് മിനിമം ഉണ്ടെങ്കിൽ അവിടെ അഫ്രേ ചെയ്യാൻ പറ്റും. ഇനി പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പൊ പബ്ലിക് ടോയ്ലറ്റ് ആകാം, അല്ലെങ്കിൽ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ആകാം, തിയേറ്റർ ആകാം, ബസ് സ്റ്റാൻഡ് ആകാം. ഇതൊക്കെ പബ്ലിക് പ്ലേസ്. പബ്ലിക് പ്ലേസ് ആയിരുന്നു, അല്ലാണ്ട് അവരുടെ വീട്ടിൽ കിടന്ന് അടി കൂടിയാൽ അത് അഫ്രേ അല്ല. പബ്ലിക് പ്ലേസിൽ കിടന്ന് 2 or 2 കൂടുതലോ പേഴ്സൺസ് ഫൈറ്റ് ചെയ്ത് പബ്ലിക് പീസ് അതുവഴിയായിട്ട് ഡിസ്റ്റർബ് ചെയ്യുവാണ് എങ്കിൽ അവർ ചെയ്ത അഫ്രേ ആണ്. അതിന് പണിഷ്മെന്റ് 1 month ഇംപ്രസൺമെന്റ്. കാരണം പ്രത്യേകിച്ച് അവിടെ ആർക്കും ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഹേർട്ടോ മർഡറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒഫൻസസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുള്ള ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഗ്രീവിയസ് ആയിട്ടുള്ള സീരിയസ് ഇഞ്ചുറി ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അഫ്രേ മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് പബ്ലിക് പ്ലേസിൽ കിടന്ന് അടികൂടി പബ്ലിക് സമാധാനം അവിടെ നശിപ്പിച്ചിട്ടുള്ളൂ മാത്രമേ ഉള്ളെങ്കിൽ പണിഷ്മെന്റ് അത് ലെസ് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് സീരിയസ്നെസ് കുറഞ്ഞ ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. 1 month ഇംപ്രസ്മെന്റ് കൊടുക്കുന്നത്. 1 മാസം തടവ് ശിക്ഷയാണ് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. 159 അപ്പൊ ഇതുവരെ എടുത്ത ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ ബാക്കി ക്ലാസ്സസും IPCയിൽ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റുഡൻസ്.